പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശനീശ്വര പൂജ നടന്നു. ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പ്ലാക്കുടി ദാമോദരൻ നമ്പൂതിരി, കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, കുഞ്ഞിക്കൽ സത്യനാരായണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി സതീഷ് നമ്പൂതിരി, രാംകുമാർ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശനീശ്വര പൂജ നടന്നു. ക്ഷേത്ര സേവാ പന്തലിൽ തയ്യാറാക്കിയ പ്രത്യേക പൂജാ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിന് ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പ്ലാക്കുടി ദാമോദരൻ നമ്പൂതിരി, കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, കുഞ്ഞിക്കൽ സത്യനാരായണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി സതീഷ് നമ്പൂതിരി, രാംകുമാർ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ മഹാശനീശ്വര പൂജ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച മുതൽ മഹാശനീശ്വര പൂജ ആരംഭിക്കുകയാണ്. ആ മഹാസമർപ്പണത്തിൻ്റെ ഉദ്ഘാടനമാണ്, അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദരണീയനായ ക്ഷേത്രതന്ത്രി പുല്ലാമ്പഴി കേശവൻ നമ്പൂതിരി അവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൻ്റെ അനുജ്ഞയോടെ ക്ഷേത്രഭരണസമിതി എടുത്ത ഈ തീരുമാനം ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ചൈതന്യവർദ്ധനവും അതുവഴി ഈ ഗ്രാമത്തിൻ്റെ ഈ നാടിൻ്റെ തന്നെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ചടങ്ങാണ്. ശനിദോഷം അനുഭവിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നോണമാണ് ഈ ഒരു പൂജയിൽ പങ്കെടുക്കുക. ഈ പൂജ ഏറ്റവും വിശിഷ്ടമായ ഹൈന്ദവ ആചാരത്തിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു ആചാരമാണ് ശനീശ്വര പൂജ. ആ ശനീശ്വര പൂജ ശനിയെ പൂജിക്കുന്നത് വഴി ശനിദോഷത്തിൻ്റെ ഒട്ടേറെ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം മഹാക്ഷേത്രങ്ങളോടൊപ്പം തന്നെ പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും പങ്കെടുക്കുകയാണ്. ഈ മാസം മുതൽ എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും ഈ ചടങ്ങ് ഇവിടെ തുടരും. അതുപോലെ തന്നെ ഇവിടുത്തെ ബാലഭദ്രാദേവിക്ക് കുങ്കുമാഭിഷേകം എല്ലാ ഭരണി നാളിലും നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്രഭരണസമിതി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും നമ്മൾ മഹാശനീശ്വര പൂജ ആരംഭിക്കുകയാണ്. ശനിദോഷങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് മുക്തി നൽകുന്നതിന് വേണ്ടി തന്ത്രിയായിട്ടും മേൽശാന്തിയായിട്ടും ആലോചിച്ച ശേഷമാണ് തീരുമാനിച്ചത്. എല്ലാ മൂന്നാം ശനിയാഴ്ച ഉണ്ടായിരിക്കും. പരമാവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത് അവരുടെ ദോഷങ്ങൾ മാറ്റുമെന്ന് സർവേശ്വരൻ്റെ നാമത്തിൽ അയ്യപ്പൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമണം, ട്രഷറർ ജയചന്ദ്രൻ പിള്ള, വൈസ് പ്രസിഡന്റ് കെ ബാബു, ജോയിന്റ് സെക്രട്ടറി രാമകൃഷ്ണക്കുറുപ്പ്, ദേവസ്വം അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ, മനോജ് പട്ടാളി, എസ് ഗോപകുമാർ, ഹരി അരുണോദയം, കെ രാജൻപിള്ള, വിവിധ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.